മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രതീക്ഷ നൽകിയ 177 കോടിയുടെ ഹാർബർ നവീകരണ പദ്ധതിക്ക് തുടക്കം. വള്ളങ്ങൾ മറിഞ്ഞുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും ഹാർബറിന്റെ അടിസ്ഥാന സൌകര്യ വികസനവുമാണ് പദ്ധതിയിൽ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. അതേസമയം പുഴയിലെ മണൽ നീക്കം പുരോഗമിക്കുകയാണ്. കാലവർഷം അടുത്തതോടെ മുതലപ്പുഴയിലെ ജനങ്ങൾ ആശങ്കയിലാണ്. ഡ്രഡ്ജിംഗ് ഉൾപ്പെടെ നടക്കുന്നുണ്ടെങ്കിലും പൂർത്തിയാകാൻ ഇനിയും സമയമെടുക്കും. ഈ സാഹചര്യത്തിലാണ് നിർമ്മാണ ഉദ്ഘാടനത്തിന് മുമ്പേ തന്നെ പദ്ധതി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ശക്തമായ തിരയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട വള്ളങ്ങൾ ട്രോട്രോപോഡുകളിൽ ഇടിച്ച് അപകടങ്ങൾ പതിവായിരുന്നു. ഇതൊഴിവാക്കാൻ അഴിമുഖത്ത് ട്രോട്രോപോഡുകളും കൂറ്റൻ കരിങ്കല്ലുകളും നീക്കം ചെയ്യും. ഒപ്പം മണൽത്തിട്ടയും മാറ്റും. ഇപ്പൊ ഏകദേശം 1 വർഷത്തിനപ്പുറം ആവുമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞാലും ശരി തന്നെ നമ്മൾക്ക് ജോലിക്ക് പോകാനുള്ള ഒരു അത്യാവശ്യ കാര്യങ്ങൾ നമുക്കിപ്പോൾ താൽക്കാലികമായിട്ട് ചെയ്തു തരണം. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായിട്ടുള്ള ഇപ്പോഴും നടക്കുന്ന ട്രഡ്ജിങ്ങും മറ്റുള്ള വിഷയങ്ങളും ഇപ്പോൾ ബഹുമാനപ്പെട്ട കളക്ടർ നമുക്ക് നല്ല ഒരു ആശ്വാസമായ വാക്കുകളാണ് തന്നത്. അപ്പോൾ അവരുടെ വാക്കിനെ മാനിച്ചുകൊണ്ട് ഞങ്ങൾ നമ്മൾ കാത്തിരിക്കുകയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പണിക്ക് ഇറങ്ങി പോകാന്നുള്ള ഒരു ധൈര്യത്തിൽ നമ്മൾ ഇരിക്കുകയാണ്. അശാസ്ത്രീയമായ പ്രവർത്തികളാണ് മുതലപ്പുഴയിൽ അപകടങ്ങൾക്ക് കാരണമെന്ന് സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷൻ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹാർബറിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് റിപ്പോർട്ടും സമർപ്പിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് ആൻഡ് ഗ്രീൻ ഹാർബർ നയത്തിന്റെ ഭാഗമായാണ് മുതലപ്പുഴയിൽ 177 കോടി രൂപയുടെ നവീകരണ പദ്ധതി നടപ്പിലാക്കുന്നത്. ഹാർബറിലെ പുലിമുട്ടിൽ മാറ്റം വരുത്തും. തെക്കേ പുലിമുട്ടിന്റെ നീളം 420 മീറ്റർ വർദ്ധിപ്പിച്ച് കവാടം വടക്കു ഭാഗം വരുന്ന വിധം പുനർനിർമ്മിക്കും. ചാനലിലും കായലിലും ഡ്രഡ്ജിംഗ് നടത്തി ആഴം കൂട്ടും. നിർമ്മാണത്തിനാവശ്യമായ കൂടുതൽ യന്ത്രങ്ങളും സംവിധാനങ്ങളും ഉടൻ മുതലപ്പുഴയിലെത്തിക്കും. കേന്ദ്ര സർക്കാർ 106 കോടിയും 71 കോടി സംസ്ഥാന സർക്കാരുമാണ് ചെലവിടുന്നത്. ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് ദുരിതം മാത്രം സമ്മാനിച്ച ഹാർബർ നിർമ്മാണമായിരുന്നു മുതലപ്പുഴയിലേത്. മത്സ്യബന്ധന വള്ളങ്ങൾ ടെട്രാപോഡുകളിൽ ഇടിച്ച് അപകടങ്ങൾ പതിവായിരുന്നു. പൊഴി മൂടുന്നതോടെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണിയും മത്സ്യബന്ധനങ്ങൾക്ക് വള്ളങ്ങൾ ഉപയോഗിച്ച് പോവാൻ കഴിയാത്ത അവസ്ഥയുമുണ്ടായി. ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ചുകൊണ്ടുള്ള ഹാർബർ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ക്യാമറമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം.